ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. വിഷുക്കണി ഒരുക്കിയും പടക്കങ്ങൾ പൊട്ടിച്ചും കൈനീട്ടം കൊടുത്തും മലയാളികൾ വിഷു ആഘോഷമാക്കുന്നു. വർഷം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട നന്മകളുടെ പ്രതീക്ഷകളുമായാണ് വിഷുപ്പുലരിയെ മലയാളികൾ വരവേൽക്കുന്നത്. പുതിയ തുടക്കങ്ങളെയും സമൃദ്ധിയെയും പ്രത്യാശയും പ്രതിനിധീകരിക്കുന്ന ഈ ദിനം ഓരോ മലയാളിക്കും വിശേഷപ്പെട്ടതാണ്. മലയാളികളുടെ കാർഷികോത്സവവും പുതുവർഷവുമായാണ് വിഷു ആഘോഷിക്കുന്നത്. കണിക്കൊന്നയും കണിവെള്ളരിയും കത്തിച്ച നിലവിളക്കും ചേരുന്ന സമൃദ്ധിയുടെ മഞ്ഞ നിറമാണ് ഓരോ വിഷുക്കാലവും. കേരളത്തിൽ കൊയ്ത്തുത്സവമായും ജ്യോതിഷ പുതുവത്സരമായും വിഷു കണക്കാക്കുന്നുണ്ട്. രാക്ഷസ രാജാവായ രാവണന്റെ മേൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിജയം നേടിയതിന്റെ ആഹ്ലാദ സൂചകമായാണ് വിഷു ആഘോഷിക്കുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. സൂര്യൻ നേരിട്ടുദിക്കുന്ന ഈ ദിനം സൂര്യദേവന്റെ തിരിച്ചുവരവായും കണക്കാക്കുന്നു. നരകാസുരനെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് വിഷു ആഘോഷിക്കുന്ന വിശ്വാസം നിലവിലുണ്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഈ ആഘോഷം ജാതിമത ഭേദമന്യേ മലയാളികൾ കൊണ്ടാടുന്നു. വിഷുക്കണി, വിഷുക്കൈനീട്ടം, വിഷുസദ്യ, പടക്കം പൊട്ടിക്കൽ എന്നിവയെല്ലാം ഈ ഉത്സവത്തിന്റെ മാറ്റുകൂട്ടുന്നു. കൃഷ്ണക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജന തിരക്കാണ്. ശബരിമലയിലും ഗുരുവായൂരിലും അടക്കം സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം വിഷുക്കണിയൊരുക്കി. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടുണരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി. ശബരിമലയിൽ വിഷുക്കണി ദർശനത്തിന് നിരവധി പേരാണ് എത്തിയത്. വിഷുദിനത്തിൽ പുലർച്ചെ 4-ന് നട തുറന്ന് ആദ്യം അയ്യപ്പനെ കണി കാണിച്ചു. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് വിഷുക്കൈനീട്ടവും നൽകി. നാടും നഗരവും ആഘോഷലഹരിയിലാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.